ഹലോ വെൽക്കം ഗൈസ്. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നേക്കുന്നത് ഒരു പെർഫ്യൂമിന്റെ റിവ്യൂ ചെയ്യാനായിട്ടാണ്. അതായത് കഴിഞ്ഞ ദിവസം ഞാൻ പുറത്തു പോയപ്പോൾ ഒരു പെർഫ്യൂം യൂസ് ചെയ്തുകൊണ്ട് പോയി. അന്നത്തെ ദിവസം എനിക്ക് ഫുൾ കോംപ്ലിമെന്റ്സ് ആയിരുന്നു. രാവിലെ പുറത്തു പോയി എനിക്ക് വൈകുന്നേരം തിരിച്ച് കയറുന്നതിന് മുമ്പായിട്ട് ഒരു 5-6 കോംപ്ലിമെന്റ്സ് ആണ് ഓൺ ദ സെയിം പെർഫ്യൂം എനിക്ക് കിട്ടുന്നത്. സോ അപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചു ആ പെർഫ്യൂം റിവ്യൂ ചെയ്തേ പറ്റുള്ളൂ. ആക്ച്വലി ഇതെന്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് പെർഫ്യൂം ആണ് ഫ്രം മൈ കളക്ഷൻസ്. പിന്നെ വേറെ കാര്യം പറയാം, ഇത് 100% കോംപ്ലിമെന്റ് കിങ് തന്നെയാണ്. ഉറപ്പായിട്ടും പറയാം, ഇത് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾ പുറത്തു പോയാൽ കോംപ്ലിമെന്റ്സ് ഈസ് ഫോർ ഷുവർ. അപ്പോൾ പെർഫ്യൂം നമുക്ക് നോക്കാം ഏതാണെന്ന്. സോ ദിസ് ഈസ് ദ പെർഫ്യൂം. ദിസ് ഇസ് കോൾഡ് അൽഫ് ഫ്രം എസ്കാലോ. അറബിക്കിൽ അൽഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1000 എന്നാണ് മീനിങ്. സോ ഈ പെർഫ്യൂം നമുക്കൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. ഇതാണ് ഇതിന്റെ പാക്കിംഗ് വരുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള പാക്കിംഗ്. നോക്കിക്കേ, 50 ml ബോക്സ് ആണ് ഇത്. ഓക്കെ, നമുക്കൊന്ന് അൺബോക്സ് ചെയ്യാം. ഇതാണ് ഇതിന്റെ പ്രസന്റേഷൻ വരുന്നത്. ഓക്കെ, സോ ദിസ് ഇസ് എ പെർഫ്യൂം. ഇത് എക്സ്ട്രൈറ്റ് ഡി പെർഫ്യൂം കാറ്റഗറിയിൽ വരുന്ന ഒരു പെർഫ്യൂം ആണ്. സോ ഓയിൽ കോൺസെൻട്രേഷൻ ഇസ് വെരി ഹൈ. ഓക്കെ, അതുകൊണ്ടാണ് പറഞ്ഞത് ഇത് നല്ല കോംപ്ലിമെന്റ് കിട്ടും. അതേപോലെ തന്നെ വളരെ നല്ല പെർഫോമൻസ് ഉള്ള ഒരു പെർഫ്യൂമാണ്. ഇതിന്റെ നോട്ട്സിനെ പറ്റി പറയുകയാണെങ്കിൽ ഒന്നും പറയാനില്ല. ഇതിന്റെ ഒരു ഓപ്പണിംഗ് നോട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു സാഫ്രൺ ആൻഡ് ഒരു മെറ്റാലിക് സ്മെല്ലാണ്. ഈ മെറ്റാലിക് സ്മെല്ലിനെ പറ്റിയാണ് സത്യം പറഞ്ഞാൽ ശരിക്കും പറയാനുള്ളത്. അതായത് ഞാൻ നോർമൽ യൂസ് ചെയ്തിട്ടുള്ള ഒരു പെർഫ്യൂമിലും കാണാത്ത ഒരു ഡിഫറെന്റ് കൈൻഡ് ഓഫ് മെറ്റാലിക് സ്മെല്ലാണിത്. ആക്ച്വലി ഇതിന്റെ ഫസ്റ്റ് സ്നിഫിൽ, നിങ്ങൾ ഇത് ആദ്യമായിട്ടാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഇതിന്റെ ഫസ്റ്റ് സ്നിഫിൽ തന്നെ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആയിപ്പോൾ ഇത് ഏത് സ്മെല്ലാണ് വരുന്നത്, മെറ്റാലിക് ആണോ സാഫ്രൺ ആണോ ഏതാണ് വരുന്നത്, ഒരു വല്ലാത്തൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. സോ ഫസ്റ്റ് നോട്ട് വരുന്നത് സാഫ്രൺ ആൻഡ് കൈൻഡ് ഓഫ് മെറ്റാലിക് പൊളിയാണ് കേട്ടോ, രക്ഷയില്ല. സോ ഇതിന്റെ സെക്കൻഡ് നോട്ടിലേക്ക് വരുമ്പോൾ, അതായത് മിഡിൽ നോട്ടിലേക്ക് വരുമ്പോൾ ഇതൊരു കൈൻഡ് ഓഫ് ലെതറി ആൻഡ് ആംബർ ടച്ച് ആണ് വരുന്നത്. അതും ബ്യൂട്ടിഫുൾ ആണ്. ദെൻ ബേസ് നോട്ടിലേക്ക് വരുമ്പോഴത്തേക്കും, അതായത് യൂസ് ചെയ്ത് കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് വരുന്നത് ഒരു ഊതിന്റെ മണമായിരിക്കും. ലാസ്റ്റിങ്ങിന്റെ കാര്യത്തിൽ നോ ഡൗട്ട് നന്നായിട്ട് ലാസ്റ്റ് ചെയ്യും. പിന്നെ പെർഫോമൻസ്, രാവിലെ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും വൈകിട്ട് വരെ നിങ്ങളുടെ ബോഡിയിൽ ഈ സ്മെൽ ഉണ്ടാവും. ആൻഡ് നെക്സ്റ്റ് ഡേ നിങ്ങൾ ഇതേ ഷർട്ടോ യൂസ് ചെയ്യുവാണെങ്കിൽ അവിടെ കാണുന്ന സ്മെല്ല്. പിന്നെ യുണീക്നെസ്, ഈ പെർഫ്യൂം മറ്റ് പെർഫ്യൂംസിൽ നിന്നും പറയുകയാണെങ്കിൽ ഇത് ഭയങ്കര യുണീക്കാണ്. അതായത് നോർമൽ നമുക്കൊരു പെർഫ്യൂമിൽ യൂസ് ചെയ്യുന്ന ആ ഒരു നോർമൽ ഫീൽ ഇല്ലേ, ആ ഫീൽ ഇതിനുണ്ടാവത്തില്ല. ഇത് പക്ക യുണീക്കാണ്. ഒരു നീഷ് കൈൻഡ് ഓഫ് പെർഫ്യൂം നമുക്ക് പറയാൻ പറ്റും. ഇതൊരു GCCയിൽ മാത്രം അവൈലബിൾ ആയിട്ടുള്ള പെർഫ്യൂം ആണ്. ഇതിന്റെ പ്രൈസ് വരുന്നത് 120 ദിർഹംസ് ആണ്. 50 ml ബോട്ടിലാണ്. സ്റ്റിൽ ഞാൻ പറയുകയാണ്, എക്സ്ട്രാ ഡേ പെർഫ്യൂം ആണ്. നമ്മൾ നോർമൽ പെർഫ്യൂം യൂസ് ചെയ്യുന്ന പോലെ 10-12 സ്പ്രേ ഒന്നും അടിച്ച് പുറത്തു കൊണ്ട ആവശ്യമില്ല. 4 സ്പ്രേ അടിച്ചു കഴിഞ്ഞാൽ അന്നത്തേക്കുള്ള കാര്യം നിങ്ങൾക്ക് ഫുള്ളി കവേർഡ് ആണ്. ദിസ് ഇസ് എ ഡേ ആൻഡ് നൈറ്റ് പെർഫ്യൂം. നമുക്ക് ഡെയിലി യൂസ് ചെയ്യാം, നൈറ്റിലും യൂസ് ചെയ്യാം, സമ്മറിലും യൂസ് ചെയ്യാം, വിന്ററിലും യൂസ് ചെയ്യാം. ഇറ്റ് ഈസ് എ ഓൾ സീസൺ പെർഫ്യൂം. ഇതിന്റെ റേറ്റിംഗ് ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയും ഫോർ ഷുവർ 5 out of 5. 5 സ്റ്റാർ റേറ്റിംഗ് കൊടുക്കാൻ പറ്റിയ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട പെർഫ്യൂംസിന്റെ കൂട്ടത്തിൽ ഒന്നാണിത്. നിങ്ങൾ ആരെങ്കിലും ഈ പെർഫ്യൂം യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ അറിയിക്കുക. ബൈ.